മൊണാലിസയെ. ഏത് മൊണാലിസ? ലിയാനോഡോ ഡാവിഞ്ചിയുടെ മൊണാലിസയാണോ എന്നാണോ? അല്ല, പ്രയാഗ്രാജിലെ കുംഭമേളയിൽ നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ ലോകം മുഴുവൻ അറിയപ്പെട്ട പെൺകുട്ടി. രുദ്രാക്ഷമാലകൾ വിൽക്കാനെത്തിയ നക്ഷത്ര കണ്ണുകളും മനോഹരമായ പുഞ്ചിരിയുമുള്ള ആ സുന്ദരിക്കുട്ടി തന്നെ. താരസുന്ദരിമാർ തോൽക്കുന്ന സൗന്ദര്യത്തോടെ രുദ്രാക്ഷമാല വിൽക്കാൻ യുപിയിലെത്തിയ മൊണാലിസ. ആരാധകരും മാധ്യമങ്ങളും അവളെ തേടിയിറങ്ങിയതും ചുറ്റും പൊതിഞ്ഞതും ഇന്ത്യക്കാർ അത്ര പെട്ടെന്ന് മറക്കുമോ? തെരുവിൽ ചില്ലറ രൂപയ്ക്ക് മാല വിറ്റുകൊണ്ടിരുന്ന അവളുടെ ജീവിതം മാറിയത് നിമിഷ നേരം കൊണ്ടാണ്. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നെത്തിയ മോണി ബോസ്ലെ എന്ന മൊണാലിസ ചുരുങ്ങിയ സമയം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായത്. ആൾക്കൂട്ടത്തിന്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുടുംബം അവളെ പൊതിഞ്ഞു പിടിച്ചു. ഒടുവിൽ ഒളിച്ചു കഴിയേണ്ട അവസ്ഥ വരെ വന്നു ആ പെൺകുട്ടിക്ക്. ആ പ്രശസ്തി അവളെ അങ്ങ് ബോളിവുഡിൽ വരെ എത്തിച്ചു. मणिपुर की सबसे अकेली लड़की मोनालिसा. उसे नहीं पता है कि उसकी जिंदगी में एक अनजाना तूफान आने वाला है. പ്രശസ്തി കൈവന്നാൽ പലരും മറക്കുന്ന ഒന്നുണ്ട്. എന്താന്നല്ലേ? വന്ന വഴി എന്ന യാഥാർത്ഥ്യം. സിനിമയുടെ വെള്ളി വെളിച്ചത്തിലും താരപ്പൊലിമയിലും മൊണാലിസ വന്ന വഴി മറന്നില്ല എന്ന് മാത്രമല്ല, എന്നും മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്തു. ഇന്നിപ്പോൾ അഭിനയ പരിശീലനത്തിന് ശേഷം അരങ്ങേറ്റം കുറിക്കുന്ന മൊണാലിസ തന്റെ ആദ്യ സിനിമയുടെ പ്രതിഫലം ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് ഒരു വിദ്യാലയം നിർമ്മിക്കാൻ നൽകിയിരിക്കുകയാണ്. ദരിദ്രമായ ജീവിത സാഹചര്യങ്ങളാൽ സ്വന്തം പഠനം മുടക്കി കുടുംബം പുലർത്താൻ മാല വിൽക്കാൻ ഇറങ്ങിയ മൊണാലിസയ്ക്ക് വിദ്യാഭ്യാസത്തിന്റെ വില ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് അവളുടെ ആദ്യ സിനിമയായ ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ബോളിവുഡ് ചിത്രത്തിന് ആദ്യമായി ലഭിച്ച 21 ലക്ഷം രൂപ തന്റെ ഗ്രാമത്തിലെ പെൺകുട്ടികൾക്ക് ഒരു വിദ്യാലയം പണിയാൻ അവൾ നീക്കി വെച്ചിരിക്കുന്നത്. ആ പണത്തിനു പുറമെ പ്രമോഷനുകളിൽ നിന്ന് ലഭിച്ച 15 ലക്ഷം രൂപയും പ്രയാഗ് ഗ്രാമത്തിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വിനിയോഗിക്കുമെന്നാണ് താരം പറയുന്നത്. ആ പെൺകുട്ടിയുടെ നന്മ ഇനി ഗ്രാമത്തിലെ പെൺകുട്ടികളുടെ ജീവിതത്തിന് വെളിച്ചം പകരട്ടെ. ഒപ്പം മൊണാലിസയ്ക്ക് 1000 അഭിനന്ദനങ്ങൾ.